നമസ്കാരം. നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് എല്ലായിടങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിൽ നൽകി വരുന്നത്. ലോകത്തിന്റെ എല്ലാ രാജ്യത്തു നിന്നുള്ള പ്രവാസികളുള്ള സ്ഥലമായതിനാൽ ഓരോ രാജ്യത്തു നിന്നും എത്തുന്നവരുടെ മനസ്ഥിതി അനുസരിച്ച് നിയമം പാലിക്കലും നിയമം ലംഘിക്കലുമൊക്കെ നടക്കാറുണ്ട്. അവിടെ കുവൈറ്റിൽ താമസിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പ് ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേക ആഘോഷ ദിവസങ്ങളിൽ പ്രവാസികൾ സംഘടിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള ജാഥകളും നിരോധിച്ചിട്ടുണ്ടെന്നാണ് കുവൈറ്റ് അറിയിച്ചിരിക്കുന്നത്. അനധികൃതമായി സംഘടിപ്പിക്കുന്ന ആഘോഷ ജാഥകൾക്കെതിരെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് ലംഘിക്കുന്ന പ്രവാസികൾ ഭരണപരമായ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ നിയമ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തര മന്ത്രാലയം താക്കീത് നൽകുന്നുണ്ട്. ഇത്തരം ഒത്തുചേരലുകളും ആഘോഷജാഥകളും കാരണം ഉണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങൾ, പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്, പൊതുധാർമ്മിക ലംഘനം എന്നിവ കണക്കാക്കിയാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുക മാത്രമല്ല സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് അപകട സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് അധികൃതർ വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്ത് സ്ഥാപിതമായ നിയമങ്ങളും ചട്ടങ്ങളുമായും സുരക്ഷാ നടപടികളുമായും പ്രവാസികൾ പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് അധികാരികൾ ആവശ്യപ്പെടുന്നത്. ക്രമസമാധാനം സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും സംഭാവന നൽകുന്നതിനുള്ള പൊതുജനങ്ങളുടെ സമർപ്പണം ആഭ്യന്തര മന്ത്രാലയം എടുത്തു പറയുന്നുണ്ട്. കുവൈറ്റിലെ എല്ലാ താമസക്കാർക്കും പൗരന്മാർക്കും സുരക്ഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനമെന്നാണ് മന്ത്രാലയം പറഞ്ഞു വെക്കുന്നത്. കുവൈറ്റിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ 1,30,000 പ്രവാസികളെയാണ് നിയമലംഘനത്തിന്റെ പേരിൽ നാട് കടത്തിയത്. 2023 കണക്കുകൾ പരിശോധിച്ചാൽ കുവൈറ്റിൽ പ്രവാസി ജീവനക്കാരുടെ എണ്ണം കൂടിയതായി മനസ്സിലാക്കാൻ സാധിക്കും. 5.5 ലക്ഷത്തോളം പ്രവാസികളുമായി ഇന്ത്യക്കാർ തന്നെയാണ് മുന്നിലുള്ളത്. ആകെയുള്ള 16.8 ലക്ഷം പ്രവാസി ജീവനക്കാരിൽ 5,37,430 പേർ ഇന്ത്യക്കാരാണ്. ഇതിൽ നിരവധി പ്രവാസികൾ നിയമലംഘനം മൂലം നിയമ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പുതുവർഷത്തിലെ പുതിയ നിയമങ്ങളും നിലവിലുള്ള നിയമങ്ങളിൽ വന്ന മാറ്റവും പ്രവാസികളെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. പലപ്പോഴും പ്രവാസികളെ ഊരാക്കുടുക്കിൽ കൊണ്ടെത്തിക്കുന്നത് നിയമത്തെ കൃത്യമായി മനസ്സിലാക്കാത്തതാണ്. ജോലിക്ക് പല നാടുകളിലേക്ക് കുടിയേറുന്നവരാണ് മലയാളികൾ. ലോകത്തിന്റെ മുക്കിലും മൂലയിലും മലയാളി സാന്നിധ്യം ഉണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയിലും നിലനിൽപ്പിനും കുടിയേറ്റ തൊഴിലാളികളുടെ സംഭാവന വളരെ വലുതാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റമാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ മാറ്റിമറിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അസംഘടിത തൊഴിൽ മേഖലയായ വീട്ടുജോലി ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികളായിട്ടാണ് ഇന്ത്യയിൽ നിന്നും മറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലേക്ക് കൂടുതൽ പേർ കുടിയേറിയത്. ലോകത്തിലെ കുടിയേറ്റക്കാരിൽ അധികവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഏകദേശം 18 ദശലക്ഷത്തിലധികം ആളുകളാണ് ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് കുടിയേറി വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നത്. ഒരു കാലത്ത് മലയാളികളുടെ പർദീസിയായിരുന്ന ഗൾഫ് രാജ്യങ്ങളുടെ തൊഴിൽ സാഹചര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാറി വരികയാണ്. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളുടെ രൂക്ഷത വെളിവാക്കുന്നതാണ് അവിടങ്ങളിലെ ഇന്ത്യൻ എംബസികളിൽ ലഭിക്കുന്ന പരാതികളുടെ എണ്ണത്തിലെ വർധന. തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് 10,000-ലധികം പരാതികളാണ് കഴിഞ്ഞ വർഷം ഒമാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾക്ക് ലഭിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.